CBSEയുടെ ചെയർമാന്റെയും സെക്രട്ടറിയുടെയും സ്ഥാനം തെറിപ്പിച്ച 12ാം ക്ലാസ്സുകാരൻ സാത്തക് സിദ്ധാർത്ഥ്. CBSE chairperson and CBSE secretary have been transferred amid the growing controversy over OSM or on-screen marking system. Remarkably, the credit for this huge shake-up goes to the students themselves, the 17 and 18-year-old who exposed the flaws in the system. അതെ, കാര്യം പറയാം. സാത്തക് സിദ്ധാർത്ഥ് റാഞ്ചിയിലെ ഒരു +2 CBSE വിദ്യാർത്ഥിയാണ്. അയാൾക്ക് തന്റെ റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചത്ര മാർക്ക് ലഭിച്ചില്ല. അദ്ദേഹം തന്റെ പേപ്പർ CBSEയോട് ആവശ്യപ്പെട്ടു. CBSE അദ്ദേഹത്തിന് സ്കാൻ ചെയ്ത കോപ്പി അയച്ചു കൊടുക്കുന്നു. ഈ സ്കാൻ ചെയ്ത കോപ്പിയിൽ വ്യക്തമല്ലാത്ത പേപ്പറുകൾ, സ്കാൻ ചെയ്തത് വളരെ ക്ലിയർ അല്ല. ഇത് അദ്ദേഹത്തെ വളരെ ഇറിറ്റേറ്റ് ആക്കുകയും അദ്ദേഹം ഇത് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ CBSEയുടെ ടെൻഡർ ഡോക്യുമെന്റുകളെല്ലാം എടുക്കുന്നു. ഏത് കമ്പനിയാണ് ഈ സ്കാനിങ് സിസ്റ്റം അഥവാ CBSEയുടെ ഇപ്പോഴത്തെ പരീക്ഷ ഇവാലുവേഷൻ നടക്കുന്നത് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റമാണ്, OSM എന്ന് പറയും. അഥവാ പേപ്പറുകൾ സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ കയറ്റും, അത് ഓരോ ഇവാലുവേറ്റർക്കും അയച്ചു കൊടുക്കും. അവരവിടുന്ന് ഇവാലുവേഷൻ നടത്തി തിരിച്ചയക്കുന്ന സിസ്റ്റമാണ്. കോമ്പറ്റ് എഡ്യൂടെക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റത്തിന്റെ പോർട്ടലും വെബ്സൈറ്റും അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവരുടെ ഈ അനാസ്ഥയെക്കുറിച്ച് അദ്ദേഹം സിദ്ധാർത്ഥ് കാര്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. 15ഓളം ക്ലോസുകളിൽ CBSE കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനിയെ CBSE ഈ ടെൻഡർ ഏൽപ്പിക്കുന്നത്, ഈ ഓഫർ ഏൽപ്പിക്കുന്നത്, ഈ ജോലി ഏൽപ്പിക്കുന്നത്. ഈ പഴയകാല ടെൻഡർ ഡോക്യുമെന്റുകളെല്ലാം സംഘടിപ്പിച്ച് എവിടെയെല്ലാമാണോ ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് CBSE കോംപ്രമൈസ് ചെയ്തത്, ക്ലോസുകളെ ഡൈല്യൂട്ട് ചെയ്തതെന്ന് കണ്ടെത്തി അദ്ദേഹം ഒരു ബ്ലോഗ് തയ്യാറാക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നു. വിദ്യാർത്ഥികളെല്ലാം ശബ്ദിക്കാൻ തുടങ്ങുന്നു. രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തെ വേണ്ട സപ്പോർട്ടുകൾ നൽകുന്നു. ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഗവൺമെന്റ് വേണ്ട നടപടികൾ എടുക്കുന്നു. അങ്ങനെ അവസാനം പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പിലേക്ക് വരെ ഈ കുട്ടിയെ വിളിക്കുകയാണ്. എന്താണ് ഞങ്ങൾക്ക് പറ്റിയ പിഴവുകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി. അഥവാ ഒരു വിദ്യാർത്ഥി ഒരുമ്പെട്ടി ഇറങ്ങിയാൽ പലതും നടക്കും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സാത്തക് സിദ്ധാർത്ഥിന്റെ അനുഭവം. സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ ഓരോ വ്യക്തി കൊണ്ടും സാധിക്കും. നമ്മളും അതിന് തയ്യാറായി നിൽക്കുക.